സംസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ പണിമുടക്ക്. അടിസ്ഥാന വേതനം 40,000 എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. UNAയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് പുരോഗമിക്കുകയാണ്. അത്യാഹിത വിഭാഗങ്ങളിൽ മാത്രമാണ് ഇന്ന് സേവനമുള്ളത്. ഈ ദൃശ്യങ്ങൾ നോക്കൂ. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നിന്ന് ഇങ്ങോട്ട് നീളുന്ന വലിയ ജനപങ്കാളിത്തം നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ട്. CAG ഓഫീസ് കടന്ന് സെക്രട്ടേറിയറ്റിന്റെ പടിക്കലേക്ക് എത്തിയിരിക്കുകയാണ് മാർച്ച്. വലിയ പങ്കാളിത്തമാണ് നഴ്സുമാരുടെ ഭാഗത്തു നിന്നുള്ളത്. വർഷങ്ങളായി നീളുന്ന അനീതി ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന പിടിവാശി, നിസ്സംഗത, ഇതിനെതിരെയൊക്കെയാണ് മുദ്രാവാക്യം വിളികളുമായി ആയിരക്കണക്കിന് പ്ലക്കാർഡുകളുമായി അവിടേക്ക് പ്രവർത്തകർ അണിനിരക്കുന്നത്. സെക്രട്ടേറിയറ്റിന് സമീപത്തേക്ക് ആ മാർച്ച് അടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. വലിയ സന്നാഹം അവിടെയുണ്ട്. പോലീസ് ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. പോലീസിന്റെ സംവിധാനമുണ്ട്. മാധ്യമ പ്രവർത്തകരുടെ വലിയ പടയുണ്ട്. നമുക്ക് ആ ഗേറ്റിലേക്ക് ആ ഗേറ്റിലേക്ക് അടുക്കുന്നതിന്റെ കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. TV പ്രസാദും ആരോഷിബാലും ഹരിമോഹനും ചേരുകയാണ്. TV പ്രസാദിലേക്ക് ആദ്യം. പ്രസാദ്, സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് മുദ്രാവാക്യങ്ങൾ? എന്താണ് സമരപരിപാടി? മാധു, ഇന്ന് രാവിലെ 11 മണിക്കാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിനടുത്ത് നിന്ന് വലിയ മാർച്ച് തുടങ്ങിയത്. കൃത്യം 1 മണിക്കൂറിനിപ്പുറം സെക്രട്ടേറിയറ്റിലെ നോർത്ത് ഗേറ്റിലേക്ക് സമരം എത്തിക്കഴിഞ്ഞു. ആയിരക്കണക്കിന് നഴ്സുമാരാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആശുപത്രികളിൽ നിന്ന്, സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് പണിമുടക്കിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിയത്. 1/3 നഴ്സുമാർ മാത്രമാണ് ഇവിടെ എത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ആശുപത്രികളുടെ പ്രവർത്തനത്തെ സാരമായി ഈ സമരം ബാധിക്കുന്നില്ല. പക്ഷേ തിരുവനന്തപുരം നഗരം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടങ്ങളിൽ ഒന്നായി ഈ സമരം മാറുന്നു എന്നുള്ളതാണ്. സാധാരണ നമ്മൾ കരുതിയത് ഇന്നത്തെ സമരം ഒരു സൂചനാ പണിമുടക്ക്, അതല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് സമരം നടത്തി തിരിച്ചുപോകും എന്നായിരുന്നുവെങ്കിൽ സമരത്തിന്റെ സ്വഭാവം മാറുകയാണ്. ഇവിടെ തന്നെ തുടർച്ചയായി സമരം നടത്താനുള്ള ആലോചനയിലേക്ക് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നീങ്ങുന്നു. ഇന്ന് വൈകുന്നേരം ഉള്ള തീരുമാനം, ആ തീരുമാനം ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം ദിവസങ്ങളോളം ഇവിടെ താമസിക്കാനുള്ള തയ്യാറെടുപ്പുകളുമായിട്ടാണ് നമുക്ക് മുന്നിൽ കാണുന്ന ഈ നഴ്സുമാരിൽ വലിയൊരു വിഭാഗം നഴ്സുമാരും പ്രത്യേകം വാഹനങ്ങളിൽ തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായി ഉയർത്തുന്ന ആവശ്യങ്ങളാണ് നിറവേറ്റാനുള്ളത്. നിരവധി റിപ്പോർട്ടുകൾ ഉണ്ടായി, നിരവധി പഠനങ്ങൾ നടന്നു. പക്ഷെ ശമ്പളം മാത്രം കൂടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. കഴിഞ്ഞ 7 വർഷമായി 1 രൂപ പോലും ശമ്പളം കൂടാത്ത വിഭാഗമാണ് നമുക്ക് മുന്നിലൂടെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുന്നത്. ഈ ഒരു ഘട്ടം അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ 10 ദിവസം പോലും ബാക്കിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് നീങ്ങുന്നത്. തൊഴിൽ വകുപ്പിന്റെയും നേതൃത്വത്തിൽ, മാനേജ്മെന്റുകളുടെയും നേതൃത്വത്തിൽ ഈ തീരുമാനം നടപ്പിലാക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനമായും നഴ്സുമാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിശക്തമായ ആവശ്യം. ഓരോ ആളുകളുടെയും ജീവൽ പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ സമരത്തിന്റെ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഓരോ ആളുകളും ഈ സമരത്തിലേക്ക് ഒഴുകിയെത്തിയത്. രാവിലെ ആദ്യം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകൾ കൂട്ടത്തോടെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലേക്ക് പോയി. അവിടെ നിന്നാണ് പിന്നീട് 11 മണിക്ക് തുടങ്ങിയ മാർച്ച് വെറും 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ 1 മണിക്കൂറിലധികം എടുത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയത്. ഇതിന്റെ മുൻഭാഗം മാത്രമാണ് മാധു ഇവിടേക്ക് എത്തിയത്. ഇതിന്റെ പിൻഭാഗം അങ്ങ് യൂണിവേഴ്സിറ്റി കോളേജിന്റെയും എത്രയോ അപ്പുറത്താണ്. അതാണ് ഞാൻ പറഞ്ഞത്, സമീപകാലത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റ് കണ്ട ആ ജനക്കൂട്ടത്തിൽ ഏറ്റവും വലിയ ജനക്കൂട്ടങ്ങളിൽ ഒന്നായി UNAയുടെ ഈ മാർച്ച് മാറുന്നു എന്നുള്ളതാണ്. എല്ലാവരും പ്ലക്കാർഡും കൊടികളും എല്ലാം കയ്യിലേന്തി അവരുടെ ജീവൻ മരണ സമരം എന്നാണ് നമ്മളോട് സംസാരിച്ച എല്ലാവരും ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 3 മണി മുതൽ റിപ്പോർട്ടറാണ് ഇവരുടെ വിഷയം പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഏറ്റവും ഗൌരവത്തോടെ എല്ലാ ഭാഗങ്ങളും ഏറ്റെടുത്തത്. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള ആശുപത്രികളിലെ നഴ്സുമാരുടെ വാക്കുകൾ ഇന്നലെ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായി ഇന്ന് ഈ സമരം അതിശക്തമായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടത്തുമ്പോൾ ഇന്നലെ തന്നെ നമുക്കറിയാമായിരുന്നു വലിയ ജനക്കൂട്ടമുണ്ടാകുമെന്ന്. പക്ഷെ ഇത്രയേറെ നഴ്സുമാർ തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുമെന്ന് ആരും കരുതിയിരുന്നില്ല. പോലീസിന്റെ എല്ലാ കണക്കുകൂട്ടലുകളിലെയും തെറ്റിച്ചുകൊണ്ടാണ് നഴ്സുമാർ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത്. ആയിരക്കണക്കിന് എന്ന് തന്നെ നമുക്ക് പറയാം, ആയിരക്കണക്കിന് നഴ്സുമാർ തന്നെയാണ് തലസ്ഥാന നഗരത്തിലേക്ക് ഒഴുകിയെത്തിയത്. ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ആവശ്യത്തിൽ ഉറച്ചുകൊണ്ട് തന്നെയാണ് അല്ലേ? അതെ അതെ.
പ്രധാനപ്പെട്ട കാര്യം എന്താ, പ്രധാനപ്പെട്ട ആവശ്യം എന്താ? ഒന്നുകൂടി. ഞങ്ങളുടെ അടിസ്ഥാന വേതനം 40,000 ആക്കണമെന്ന്. കാലയല്ല ഇത് പറഞ്ഞ് സമരം ചെയ്യുന്നു, എന്നിട്ട് എന്തുകൊണ്ടാണ് നടപ്പിലാവാത്തത്? ഞങ്ങളുടെ അവകാശം നേടിയെടുക്കുന്നവരെ ഞങ്ങൾ സമരം ചെയ്യും. ഒരുപാട് സമരം നടന്നു നഴ്സുമാരുടെ രംഗത്ത്, എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കാത്തത്? അധികാരികൾ ഞങ്ങളുടെ നേരെ കണ്ണടയ്ക്കുന്നു. അതുകൊണ്ട് സമരമില്ലാതെ മറ്റൊരു വഴിയില്ല അല്ലേ? ഇല്ല, ഇതുപോലെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോയിട്ട് നടക്കുന്നില്ല ഒന്നും. അതുകൊണ്ട് സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് നഴ്സുമാർ ഇങ്ങോട്ടേക്ക് സമരവുമായി ഇറങ്ങിയത് തന്നെ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അത് എല്ലാവരും മുദ്രാവാക്യം വിളിക്കുകയാണ്. കടുത്ത വേനലിനെ കൂസാതെയാണ് എല്ലാവരും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രകടനമായി ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്.